പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ജൂലൈ മാസം 17-ാം തീയതി ഇന്ന് പഠിക്കുന്ന വചനം പത്രോസ്ലിഹായുടെ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ഉം 8-ഉം തിരുവചനങ്ങളാണ്. The first letter of St. Peter chapter 5 verse 7 and 8. അതിങ്ങനെയാണ് നമ്മളോട് പറയുന്നത്: നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. അപ്പം നമ്മൾ അലേർട്ടായിരിക്കണം. നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. Discipline yourselves, keep alert, like a roaring lion. Your adversary, the devil, prowls around looking for someone to devour. അപ്പം നമ്മെ പാപത്തിൽ വീഴ്ത്താൻ, നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ എന്ത് ചെയ്യണമെന്നറിയാതെ അവനിങ്ങനെ നമുക്ക് ചുറ്റുമുണ്ട്. ആര്? പിശാച്. അപ്പം നമ്മൾ അലേർട്ടായിരിക്കണം. എന്തിനാ അലേർട്ടായിരിക്കുന്നത്? നാം ദൈവത്തോട് ദൈവിക കാര്യങ്ങൾക്ക് മുൻതൂക്കം. ഈ ലോകം വെച്ച് നീട്ടുന്നതെല്ലാം സ്വീകരിക്കുവാൻ നമുക്ക് അവകാശമില്ല, അനുവാദമില്ല. സ്വീകരിക്കാം, പക്ഷേ അത് നല്ലതിനാണോ എന്ന് നമ്മൾ ആദ്യമേ ചിന്തിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കീപ് അലേർട്ട്. നാം ജീവിതത്തിൽ ജാഗരൂകതയോടെ വർത്തിക്കുക. പാപത്തിൽ വീഴാതെ ദൈവീക സംവിധാനങ്ങളോട് ചേർന്ന് നിന്നാൽ അത് നന്മയിലേക്ക് നമ്മെ നയിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സമചിത്തതയോടെ ഉണർന്നിരിക്കുവാൻ ഒരു ആഗ്രഹം ഉണ്ടാകട്ടെ. ജാഗരൂകതയോടെ വർത്തിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.